നമ്മളിന്ന് വന്നിരിക്കുന്ന സാമ്പ്രാണിക്കൊടിയിൽ ഒരാൾക്ക് 150 രൂപ വെച്ച് 450 രൂപ 3 പേർക്ക്. നമസ്കാരം സുഹൃത്തുക്കളെ, തിരക്കുകളിൽ നിന്നും ബഹളങ്ങളിൽ നിന്നും ഒഴിഞ്ഞു മാറി കായൽ കാറ്റേറ്റ് കണ്ടൽക്കാടുകൾക്കിടയിലൂടെ ഒരു യാത്ര പോയാലോ? ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് കൊല്ലത്തിന്റെ സ്വന്തം സ്വർഗമായ സാമ്പ്രാണിക്കൊടിയിലാണ്. വെറും കാഴ്ചകളല്ല, മറിച്ച് പ്രകൃതിയുടെ ഒരു മാന്ത്രിക ലോകമാണ് ഇവിടെ നമ്മളെ കാത്തിരിക്കുന്നത്. നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നമുക്ക് നേരെ ആ കാഴ്ചകളിലേക്ക് കടക്കാം. കൊല്ലം ജില്ലയിലെ തൃക്കരുവ പഞ്ചായത്തിലാണ് ഈ സുന്ദരമായ തുരുത്ത്. കൊല്ലം ടൗണിൽ നിന്നും ഏകദേശം 12 കിലോമീറ്റർ ദൂരം. നമ്മൾ ഗൂഗിൾ മാപ്പ് നോക്കി വന്നാൽ വളരെ എളുപ്പത്തിൽ ഇവിടെ എത്താനും കഴിയും. വലിയ റോഡുകളിൽ നിന്നും മാറി കായൽ തീരത്തോട് ചേർന്നുള്ള ഈ വഴിയിലൂടെയുള്ള യാത്ര തന്നെ ഒരു പ്രത്യേക സുഖമാണ്. ഇവിടെ എത്തിയാൽ നമ്മളെ സ്വാഗതം ചെയ്യുന്നത് വരിവരിയായി കിടക്കുന്ന വള്ളങ്ങളാണ്. കണ്ടൽക്കാടുകളുടെ ഉള്ളിലേക്ക് പോകാൻ ഇവിടെ ചെറിയ വള്ളങ്ങളും വലിയ ബോട്ടുകളും ലഭ്യമാണ്. ഒരാൾക്ക് വെറും 100 രൂപയാണ് ചാർജ് ഈടാക്കുന്നതും. നമ്മൾ കൊടുക്കുന്ന ആ 100 രൂപയ്ക്ക് കിട്ടുന്ന അനുഭവം എത്രയോ വലുതാണെന്ന് ആ യാത്ര തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും. ണെങ്കിൽ 1200 1500 രൂപ മേടിക്കും. നിങ്ങൾ 3 പേരുടെ പൈസ ആകത്തുള്ളൂ, 300 രൂപ ആകത്തുള്ളൂ. ഇത് ചെയ്തോണ്ട് വന്ന് പോകും. വെള്ളത്തിൽ യാത്ര ചെയ്യാം. ഒരാൾക്ക് 100 രൂപ വെച്ച് ഇത് പറയുന്നില്ല. താമസമുള്ളത് മാത്രം ഈ ഐലൻഡിൽ 110 വീടുകളിൽ കൂടുതലുണ്ട്. ഇതെല്ലാം പല ഇനം കണ്ടൽ മരങ്ങളാണ്. ഓരോന്നിന്റെ ഇലകൾ തമ്മിൽ നോക്കുമ്പോൾ അതിന്റെ വ്യത്യാസങ്ങളെല്ലാം മനസ്സിലാവും. കായലിന് നടുവിലൂടെ പതുക്കെ നീങ്ങി നമ്മൾ കണ്ടൽക്കാടുകൾക്ക് ഉള്ളിലേക്ക് കടക്കുകയാണ്. വെള്ളത്തിന് മുകളിലേക്ക് അടർന്നു നിൽക്കുന്ന മീനുകൾക്കും പക്ഷികൾക്കും സുരക്ഷിതമായ ഒരു വീട് കൂടിയാണിത്. വേലിയേറ്റവും വേലിയിറക്കവും അനുസരിച്ച് ഈ കാടിന്റെ ഭംഗി മാറിക്കൊണ്ടിരിക്കും. ചിലയിടങ്ങളിൽ ആഴം കുറവായതുകൊണ്ട് നമുക്ക് വെള്ളത്തിൽ ഇറങ്ങി നിൽക്കാൻ പോലും സാധിക്കും. യാത്ര കഴിഞ്ഞ് തിരിച്ചെത്തിയാൽ തീരത്തുള്ള ചെറിയ കടകളിൽ നിന്ന് നല്ല നാടൻ വിഭവങ്ങളും മീൻകറിയുമൊക്കെ പരീക്ഷിക്കാം. അത്യാവശ്യം നല്ല രീതിയിൽ ചിലവഴിക്കാൻ പറ്റിയ ഒരു കംപ്ലീറ്റ് പാക്കേജാണ് സാമ്പ്രാണിക്കൊടി. അഷ്ടമുടി കായലിന്റെ തീരത്തുള്ള ഒരു കുഞ്ഞു തുരുത്താണിത്. കണ്ടൽക്കാടുകളുടെ സാന്ദ്രത കൊണ്ടാണ് ഇതിനെ കേരളത്തിന്റെ ആമസോൺ എന്ന് വിളിക്കുന്നത്. പണ്ട് കപ്പലുകൾ അടുത്തുണ്ടായിരുന്ന ഇടമായതുകൊണ്ട് സാമ്പ്രാണി എന്ന പേര് വന്നതാണ്. ചിലയിടങ്ങളിൽ കണ്ടൽക്കാടുകൾ കായലിന് മുകളിലൂടെ വളർന്നൊരു ഗുഹ പോലെ നിൽക്കുന്നത് കാണാം. ആ തുരങ്കത്തിലൂടെ വെള്ളം പതുക്കെ നീങ്ങുമ്പോൾ വെളിച്ചം കുറഞ്ഞ് ആകെ ഒരു നിഗൂഢമായ ഭംഗിയാണ്. ഇത് സാമ്പ്രാണിക്കൊടിയിലെ ഏറ്റവും മികച്ച വിഷ്വലാണ്. സൈഡിലോട്ട് നോക്കിയാൽ മതി. തേടി വന്നത് സൈഡിലോട്ട് നോക്കിയാൽ മണ്ണ് കാണാൻ ആള് പറഞ്ഞ പ്രദേശങ്ങളെല്ലാം. ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത കായലിന്റെ നടുവിൽ ചില ഭാഗങ്ങളിൽ ആഴം വളരെ കുറവാണ്. വേലിയിറക്ക സമയത്താണ് നമുക്ക് കായലിന്റെ നടുവിൽ ഇറങ്ങി നിൽക്കാം. മുട്ടൊപ്പം വെള്ളത്തിൽ നിന്ന് കായലിന്റെ നടുവിൽ നിൽക്കുമ്പോൾ നമ്മൾ ഒരു കടലിലെ ദ്വീപിൽ എത്തിയ അനുഭവം തോന്നും. നമ്മുടെ നഗരങ്ങളിലെ പുകയും പൊടിയും ഒന്നും ഇല്ലാത്ത കണ്ടൽ ചെടികൾ ശുദ്ധീകരിച്ചെടുത്ത നല്ല ശുദ്ധവായു ശ്വസിക്കാൻ ഇവിടേക്ക് വരണം. മനസ്സിന് അത്രയും ഊർജം നൽകുന്ന ഒരിടമാണിത്.
കാണുന്ന ഭംഗിക്ക് പുറമെ സാമ്പ്രാണിക്കൊടി എന്ന പേരിന് പിന്നിൽ രസകരമായ ഒരു ചരിത്രം കൂടെയുണ്ട്. പണ്ട് വിദേശ കപ്പലുകൾ, പ്രത്യേകിച്ച് ചൈനീസ് കപ്പലുകൾ അഷ്ടമുടി കായലിൽ വന്ന് അടുത്തിരുന്ന ഒരു പ്രധാന കേന്ദ്രമായിരുന്നു ഇവിടെ. സാമ്പ്രാണി എന്ന വാക്ക് ചൈനീസ് ഭാഷയുമായി ബന്ധപ്പെട്ടതാണെന്നും പണ്ട് കപ്പലുകൾക്ക് വേണ്ടിയുള്ള സാമഗ്രികൾ സൂക്ഷിച്ചിരുന്ന ഇടമായതുകൊണ്ടാണ് ഈ പേര് വന്നതും അറിയപ്പെടുന്നു. അതുമാത്രമല്ല, പോർച്ചുഗീസുകാരുടെ കാലത്തും ഈ തുരുത്തിന് വലിയ പ്രാധാന്യമുണ്ടായിരുന്നു. കായൽ വഴിയുള്ള വ്യാപാരത്തിന്റെ ഒരു പ്രധാന കവാടമായിരുന്നു ഈ പ്രദേശം. കാലം മാറിയപ്പോൾ കപ്പലുകൾ ഇല്ലാതായെങ്കിലും പ്രകൃതി ഇവിടെ ഈ കണ്ടൽക്കാടുകളുടെ ഒരു പച്ചപ്പട്ടാളം തന്നെ ബാക്കി വെച്ചു. ഇന്ന് നമ്മൾ ആസ്വദിക്കുന്ന ഈ ശാന്തതയ്ക്ക് പിന്നിൽ നൂറ്റാണ്ടുകളുടെ ചരിത്രമുറങ്ങുന്ന കപ്പൽ പാതകളുടെ കഥകളുണ്ട്. അപ്പോൾ ഞാൻ കാണിച്ച ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെന്ന് കരുതുന്നു. ഫാമിലിയായിട്ടോ ഫ്രണ്ട്സ് ആയിട്ടോ വരാൻ പറ്റിയ ബെസ്റ്റ് സ്പോട്ടാണിത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അടുത്ത ഒരു കിടിലൻ വീഡിയോയുമായി ഞാൻ വരാം. അതുവരേക്കും ബൈ ബൈ. ഞങ്ങൾ തിരിച്ചു പോവുകയാണ് ഫ്രണ്ട്സ്.